ചാരിടുവാൻ ഒരു നല്ല നായകൻ നമുക്കില്ലയോ? മരുഭൂമിയാണെങ്കിലും അതിന്റെ നടുവിൽ ഉറവ തുറക്കാം. എന്റെ കർത്താവ് ശക്തനാ. മരുഭൂമിയാണെങ്കിലും അതിന്റെ നടുവിൽ ഉറവ തുറക്കാം. നീ ആരാധിക്കുന്ന ദൈവം, നീ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവൻ ശക്തനാ. ഓ ശബബലഗദരഗ ദൈവ പ്രവർത്തിക്ക് മരുഭൂമി ഒരു തടസ്സമല്ല. തളരാതെ യാത്ര തുടർന്നിടുക. ജീവിതമാരുവി നീ തളരുകയോ സഹജേ. ആരും തളർന്നു പോകുന്നുണ്ട്. തളർന്നവര്, ക്ഷീണിച്ചിരിക്കുന്നവര്, ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തളരണ്ട. നിനക്ക് വേണ്ടി കരുതുവാൻ, നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ പ്രാർത്ഥനായ ഒരു ദൈവം അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നിന്നോട് സമീപസ്ഥനാണ്. തന്ത്രങ്ങളോടിടുവാൻ താരന്മാരുണ്ടധികം ചോര ചിന്തേണ്ടി വന്നിടിലോ ചായല്ലേ ചോര ചിന്തേണ്ടി നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താ? ആരാധിക്കുന്ന ദൈവം അവൻ മരണത്തെ തോൽപ്പിച്ചവനാ. അവൻ പാതാളത്തെ പരാജയപ്പെടുത്തിയവനാ. കൈപ്പുള്ളവെല്ലാം കൂടി ചീടിലും കൽപ്പന പോലെ നടന്നിടണം. കൈപ്പുള്ളവർ അനുഭവമാണെങ്കിൽ അതിനെ എന്റെ കർത്താവ് പോലെ നടന്നിടണം. ശത്രുകയെ സമ്പൂരം പിടിച്ചവൻ ഉപേക്ഷിക്കുന്നവനല്ല. നീ താളരുകയോ പൈതൽ പ്രായമുതലിന്നേ വരെ എന്നെ പോറ്റി ദൈവം മതി. എന്റെ ദൈവം
സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും എല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസം ജീവിക്കുന്നു. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. വീരാവില്ലാത്തോർക്കു നല്ല യൂദാതനും പെറ്റമ്മയെ കവിഞ്ഞാണ്ടവനും. വീരാവില്ലാത്തോർക്കു നല്ല യൂദാതനും പെറ്റമ്മയെ കവിഞ്ഞാണ്ടവനും. വിധവയ്ക്കു കാന്തനും സാധുവിന പാവമെല്ലാവർക്കുമെല്ലാം കർത്താവത്രേ. ഓ വിധവയ്ക്കു കാന്തനും സാധുവിന എല്ലാവർക്കും എല്ലാം കർത്താവത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കു വൈകി ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വൈകി ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. നാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നെ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കോടാകോടി ഗുണമെല്ലാം പടച്ചവരെല്ലാറ്റിലും വേണ്ടതെല്ലാം നൽകി. കോടാകോടി ഗുണമെല്ലാം പടച്ചവരെല്ലാറ്റിലും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾ
സ്വർഗസിംഹാസനം ആ കരങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വായുകളെ തുറന്ന് പാടാൻ പറ്റൂ. ഓ എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെന്നെ സന്താപമൊക്കെ തീർത്തിടും നാൾ. കല്യാണശാലയിലെന്നെ വിളിച്ചെന്നെ സന്താപമൊക്കെ തീർത്തിടും നാൾ. ശീഘ്രം വരുന്നെന്റെ കാന്തൻ വരും മിനിയുല്ലാസമാകെ കാലം വളരാൻ. ശീഘ്രം വരുമെന്റെ കാന്തൻ വരും മിനിയുല്ലാസമാകെ കാലം വാഴാൻ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരങ്ങളെയൊക്കെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് അതരങ്ങളെ തുറന്ന് ഈ പാട്ട് അറിയാവുന്നവര്, ഈ പാട്ടിന്റെ വരികൾ അറിയാവുന്നവര് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അതരങ്ങളെ തുറന്ന് ആ നല്ല കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. കാലം മാത്രം ഈ ഭൂമിയിലെ വാസം കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം കർപ്പൂരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഇതിനകത്ത് കടന്നു വന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഈ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു വരണം. അവരിതുവരെ അനുഭവിക്കാത്ത വലിയൊരു ദൈവ സാന്നിധ്യം അവരുടെ ശരീരത്തിനകത്ത് അവർ അനുഭവിച്ച് തുടങ്ങട്ടെ. ഓറാകാല സണ്ടലാരബാല ഹതേരിയം ദൽപ്രഭാലബ ഉടരാധന വൈഷമനക തുടങ്ങ ശബ്ദരാധന വൈണവനക തുടങ്ങി അന്തരാധന. യേശുവേ ഞങ്ങളങ്ങേ പകൽ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഓ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ഓ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ, എന്നവർക്ക് പറയാൻ പറ്റും, കർത്താവേ, അങ്ങേ വിട്ട് എനിക്ക് പിരിയാൻ പറ്റത്തില്ല. പിരിയാൻ കഴിയില്ലെനിക്ക് ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾക്ക് കഴിയത്തില്ല. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ.
സ്നേഹിക്കുന്നേ 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 യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ വേറൊന്നും നേടുവാനില്ലല്ലോ ഈ ധരയിൽ. സ്നേഹിക്കുന്നേ ആ വരി മാത്രം, ആ വാക്കുകൾ മാത്രം ഒന്ന് പാടാമോ? ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ ദിനവും എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് യേശുവിന്റെ എല്ലാ ദിവസവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും യേശുവിന്റെ കൂടെ ആയിരിക്കുക, യേശുവിന്റെ കർത്താവിനോട് ചേർന്നായിരിക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദിനവും യേശുവിന്റെ ചാരേ കൂടെ പിരിയാൻ കഴിയില്ലെനിക്ക്. പ്രിയരേ എന്നേശുനാഥാ, പിരിയാൻ കഴിയില്ലെനിക്ക്. പിരിയാൻ കഴിയത്തില്ല അപ്പോ. പ്രിയരേ അങ്ങേ വിട്ട് പിരിയാ, ആ സ്ഥാനത്തെ വിട്ട് പിരിയാ എനിക്ക് കഴിയത്തില്ല കർത്താവ്. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് പിടിച്ചാട്ടെ. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കരം മാത്രം ഒന്ന് കാണിക്കാമല്ലോ. നമ്മളിവിടെ വന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. മറ്റൊന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്, മറ്റൊന്നിലേക്ക് നമ്മുടെ ചിന്തകൾ പോകരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവനിവിടെയുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. അവൻ നിങ്ങളെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും ആരാധന കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നന്ദി പറയുകയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക്, ദൈവം ചെയ്ത നന്മകൾക്ക്, ദൈവം നമ്മളെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ആരെ ആരാധിച്ചില്ലെങ്കിലും, ആര് സ്തുതിച്ചില്ലെങ്കിലും, ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, കർത്താവിന്റെ കരുതൽ അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്, അവർ വാപൂട്ടിയിരിക്കരുത്. ആരാധിച്ചില്ലെങ്കിലും, ആര് സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, നീ നിന്റെ കർത്താവിനെ ആരാധിക്കണം. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്, അവൻ സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. ആരാധിക്കുന്നവൻ അവൻ കൈവിടത്തില്ല, ആരാധിക്കുന്നവൻ തോറ്റുപോകത്തില്ല, ആരാധിക്കുന്നവൻ പരാജയപ്പെട്ടു പോകത്തില്ല, ആരാധിക്കുന്നവന്റെ ജീവിതം അർത്ഥശൂന്യമാകത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽ? ഞാൻ ആരാധിക്കുന്ന ദൈവം അവൻ സർവശക്തനായ ദൈവമാണ്. ഞാനിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഏതുമാകട്ടെ, എന്റെ കർത്താവിന് പരിഹരിക്കാൻ പറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര വലിയ വിഷയമായാലും എന്റെ യേശുവിന് പരിഹരിക്കാൻ പറ്റും. എത്ര പേര് പറയും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു? ആ പദം മാത്രം ഒന്ന് പറയാമോ?
കർത്താവ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മറ്റെന്തിനേക്കാൾ, വേറെ ഏതിനേക്കാൾ യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നേ. ആ വരി മാത്രം ഒന്ന് പാടാമോ? സ്നേഹിക്കുന്നപ്പ ഞാൻ അങ്ങയെ. കണ്ണുകളെ അടച്ച് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ഓ ജീവൻ നൽകിയിടും നിനക്ക് വേണ്ടി ജീവൻ തന്ന, ജീവന്റെ അപ്പം നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായ, ദാഹം തീർക്കും നിനക്ക് വേണ്ടി ക്രൂശിൽ മാറുവിലയായ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നിന്റെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക്, കഴിയില്ലെനിക്ക് എന്നേശുനാഥ. നേസിക്കിരേ, നേസിക്കിരേ, നേസിക്കിരേ യേശുയാ, നേസിക്കിരേ, നേസിക്കിരേ, നേസിക്കിരേ യേശുയാ. ദിനവും ഉന്നോട് ചേർത്ത്, ദിനവും ഉന്മാരു ചായ, ദിനവും ഉന്നോട് ചേർത്ത്, ഈ വരി മാത്രം ദിനവും ഉന്നേറ്റ് പാടുക. അപ്പൊ എപ്പോഴും முடியாத அன்பே, உயிரே என் യേശുരാജാ. പിരിയാൻ முடியாத அன்பே, എനിക്ക് കഴിയത്തില്ല. ഉയിരേ എത്ര പേര് പറയും? എൻ യേശുരാജാ. പിരിയാൻ കഴിയില്ലെനിക്ക്,
കർത്താവ് നിങ്ങളോട് സമീപസ്ഥനാകുകയാ. നീ പറയാ, യേശുവെ അങ്ങേ വിട്ട് എനിക്ക് മാറാൻ പറ്റുന്നില്ല. അപ്പൊ കർത്താവ് നിന്നിലേക്ക് വരുവാനിടയായിത്തീരും. അവൻ നിന്നോട് അടുത്തു വരുവാനിടയായിത്തീരും. എനിക്ക് പിരിയാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറയും, നിനക്ക് എന്നെ പിരിയാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് നിന്നെയും പിരിയാൻ പറ്റത്തില്ല. നിനക്ക് എന്നെ പിരിയാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് നിന്നെയും പിരിയാൻ പറ്റത്തില്ല. ഒരു പിരിയാ ബന്ധം, ആരെ കൊണ്ട് മുറിക്കാൻ പറ്റാത്ത ബന്ധം. കൂടെ പോരുന്നില്ലേൽ എനിക്കാരുമില്ലായേ, സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ. നീ കൂടെ പോരുന്നില്ലേൽ എനിക്കാരുമില്ലായേ, ആരുമില്ലായേ. യേശുവല്ലാതെ, യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. ഓ ആരുമില്ലായേ, എനിക്കാരുമില്ലായേ. യേശുവല്ലാതെ എനിക്കാരുമില്ലായേ. സാന്നിധ്യം മതി എനിക്ക് ഓരേവിനുന്നതിയിൽ. പസ്മോസിൽ കിടന്ന യോഹന്നാൻ പറഞ്ഞു, പസ്മോസിനും എനിക്ക് ദൈവ സാന്നിധ്യം മതി. എത്ര പേർക്ക് പറയാൻ പറ്റും തന്റെ ജീവൻ പോലും അപായത്തില? ആ നിമിഷവും ഭക്തൻ പറയുക, എനിക്ക് സാന്നിധ്യം മതി. അലയുന്ന വേളയിലും നിൻ സാന്നിധ്യം. ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോ നിന്നെ തേടി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. നിന്നെ അന്വേഷിച്ചു വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നീ കടന്നാലും നീ ഒറ്റയ്ക്കല്ല. നിന്റെ കരത്തിന് പിടിക്കുന്ന, നിനക്ക് പ്രകാശമാകുന്ന, ഓ ധേരെ 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 ധേരെ. അഭിഷേകം പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ ആദരം തുറന്ന് അന്യഭാഷ ദൈവമായിട്ട് സംസാരിച്ചു തുടങ്ങിക്കൂ. നീ പാറമേൽ ഉയർത്തപ്പെടാൻ പോകുക. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നിന്റെ കരത്തിന് പിടിച്ച് പാറമേൽ നിന്നെ ഉയർത്താൻ പോകുക. ഭയങ്കരമായൊരു സാന്നിധ്യം, ഭയങ്കരമായൊരു സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. കണ്ണുകളെ അടച്ച് ഹൃദയത്തെ ഏകാഗ്രതമാക്കി സാന്നിധ്യം അഭിയനിക്ക് ഇനി നീ അലയുക, ഇനി നീ അലയുക. എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഇനി നീ ഒറ്റപ്പെട്ടു പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം ഒരു മറുപടിയായി വെളിപ്പെടാൻ പോകുകയാ. ഉത്തരമില്ലാതെ ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഉത്തരമില്ലാത്ത പ്രാർത്ഥന വിഷയവുമായി ആരെങ്കിലും ഇതിനകത്ത് കാലി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ ഉത്തരമില്ലാത്ത പ്രാർത്ഥന വിഷയത്തിനകത്ത് എന്റെ കർത്താവ് ഉത്തരമായി വെളിപ്പെട്ട് വരാൻ പോകുകയാ. സ്വീകരിക്കാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ വേണമേ, അധികമായി
അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ യേശുവേ. ആ പേരൊന്ന് വിളിക്കാമോ? ആ യേശുവിനെ ഒന്ന് വിളിക്കാമോ? യാത്രയിലെന്നും തുണയായി നാഥനേ, അങ്ങ് മാത്രമേ അനുദിനവും വഴി അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ അധികമായി അടിയനിൽ ഇതിനകത്ത് ആരുടെയൊക്കെയോ ജീവിതം തിരികെയാ, ആരെയൊക്കെയോ പരിശുദ്ധ ആത്മാവ് തൊടുകയാ. അധികമായി അടിയനിൽ അധികമായ സാന്നിധ്യം വേണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? അധികമായി ദൈവ സാന്നിധ്യം എനിക്ക് വേണം. അധികമായി യാത്രയിലെന്നും തുണയായി നാഥനേ, അങ്ങ് മാത്രമേ അനുദിനവും വഴി നടത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. യാക്കോബിസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബിസ്രായേലായി മാറും ഇടയൻ ഇന്ന് പകൽ ചിലരുടെ പേര് മാറാൻ പോകുകയാ, ചിലർ ഇസ്രായേലായി മാറാൻ പോകുകയാ. രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വരി മാത്രം. ഹല്ലേലൂയ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിനകത്ത് അഭിഷേകം പ്രാപിച്ചവരുണ്ടോ? യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഹല്ലേലൂയ. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവര് രണ്ട് കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ വരി മാത്രം. Lift up your hand. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം, അധികമായ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. അധികമായ അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണം. എത്ര പേര് ചോദിക്കും ഇന്ന് പകൽ? ആ ദൈവത്തോട് എത്ര പേര് ചോദിക്കും, അപ്പാ അധികമായി അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. I need your presence. മറ്റെന്തിനേക്കാളും അധികമായി I need your presence. Lord, I need your presence. അനുദിനവും വഴി നടത്താൻ അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ.
ഒരു എക്സസ് നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന ആൾക്കാർ ആരാധിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കണ്ട. ഇന്ന് പകൽ നിനക്ക് ആരാധിക്കാൻ എങ്ങനെ കർത്താവ് പ്രേരണ നൽകുന്നു, അതേപോലെ കരമടിച്ചോ, വായികൾ തുറന്നോ, കരമുയർത്തിയോ. ഈ സമയത്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അടഞ്ഞുപോയ കൃപാവരങ്ങൾ, നഷ്ടപ്പെട്ടുപോയ അഭിഷേകം, കെട്ടുപോയ അഭിഷേകം ഇന്ന് പകൽ ചിലരുടെ ജീവിതത്തിൽ കത്തി തുടങ്ങട്ടെ. കരങ്ങളെ അടിക്കാൻ പറ്റുമെങ്കിൽ നല്ലവണ്ണം കരമടിക്കണം. അടകന്താരം വൈടത്താരം ചൂടവരമ്പം വൈഷവരമ്പം ജീവലവൈടം അർദ്ധകരക്ഷല വൈടവരന്തര ചൂടവരന്തര വൈടവരാതന ദീവല വൈടവ അർദ്ധകരാതന വൈടവരാതന ദീവല വൈടവ ശരീരത്തിനകത്തിട്ടിരിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് പകൽ എന്റെ കർത്താവ് അഴിച്ചു കളയുകയാ. അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, സന്തോഷമുള്ളവരാ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും പറഞ്ഞില്ല. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹാലേലൂയ, ചിരിച്ചുകൊണ്ടൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവസാന്നിധ്യം ഇവിടെ ഉണ്ട്. ഹാലേലൂയ. ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പേർക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് കാണാൻ കഴിഞ്ഞു. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അതേപോലെ എനിക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ മറ്റാരെയും ശ്രദ്ധിക്കരുത്. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയത്തെ ഏകാഗ്രതമാക്കിയിട്ട് ആ ക്രൂശിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകണം. നമ്മുടെ അഹങ്കണ്ണുകളെ ആ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ ക്രൂശിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ വലിയൊരു ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീരും. ഇവിടിരിക്കുന്ന ഓരോരുത്തരും. കാരണം എനിക്ക് ആ ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞ സാന്നിധ്യം എന്താണ്? അനുഭവിച്ച ആൾക്കാർ പറയുമ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട്, അതിനകത്ത് സത്യമുണ്ട്. നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റും ആ ദൈവസാന്നിധ്യം. ഇവിടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വരി ഇങ്ങനെ പാടിയായിരുന്നു, യാക്കോബ് എന്തായി മാറും? ഇസ്രായേലായി മാറും. ഒന്ന് ഉറക്കാൻ പറയാമോ? യാക്കോബ് ഇസ്രായേലായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ചിലരുടെ ലൈഫ് തിരിയുകയാണ്, ലൈഫ് ചേഞ്ച് ആകുക. ഇതുവരെ
ഇതുവരെ വന്ന ആ റൂട്ടിൽ നിന്ന്, ഇതുവരെ നിങ്ങൾ വന്ന വഴിയിൽ നിന്ന് നിങ്ങളുടെ നടപ്പിനെ ഒന്ന് ചേഞ്ച് ആക്കാൻ പോകുകയാണ്, ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യാക്കോബിനെ നോക്കുകയും, യാക്കോബ് അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഭയപ്പെട്ട് ഓടുകയാണ്. തന്റെ ജീവൻ പോലും എന്തായിത്തീരും? നഷ്ടപ്പെട്ടു പോകും. എന്താ കാര്യം, സന്ദർഭമെന്ന് നിങ്ങൾക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാര്യങ്ങൾ എന്താ നിങ്ങൾക്കറിയാം. യാക്കോബ് പേടിച്ചോടുകയാണ്. അങ്ങനെ ഓടി ഓടി പോയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു? സൂര്യൻ അസ്തമിച്ചു. ഇത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എവിടെ നീ അസ്തമിച്ചെന്ന് പറഞ്ഞോ? എവിടെ നീ അസ്തമിക്കുമെന്ന് പറഞ്ഞോ? അവിടെ നിന്ന് കർത്താവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്, വീണ്ടും തുടങ്ങാൻ പോകുകയാണ്. നീ അവിടെ കൊണ്ട് അസ്തമിക്കേണ്ടവനല്ല. നിന്നിലൂടെ ഒരു ഇസ്രായേലിനെ എനിക്ക് പുറത്തെടുക്കാനുണ്ട്. നിന്നിലൂടെ ഒരു ഇസ്രായേലിനെ എനിക്ക് പുറത്തെടുക്കാനുണ്ട്. സൂര്യൻ അസ്തമിച്ചപ്പോൾ യാക്കോബ് വിചാരിച്ചത് ഞാനും ഇവിടെ കൊണ്ട് തീർന്നു പോയെന്ന. യാക്കോബെ, സൂര്യനെ അസ്തമിച്ചിട്ടുള്ളൂ, സാന്നിധ്യം അസ്തമിച്ചിട്ടില്ല. സൂര്യനെ അസ്തമിച്ചിട്ടുള്ളൂ, സാന്നിധ്യം അസ്തമിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? യാക്കോബെ, സൂര്യൻ മാത്രമേ അസ്തമിച്ചിട്ടുള്ളൂ, ദൈവ സാന്നിധ്യം എന്നൊന്നതുണ്ട്, അത് അസ്തമിച്ചിട്ടില്ല. നീ നിന്റെ ഭവനത്തിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ നിന്റെ കൂടെ നിന്നെ പിൻപറ്റുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് യാക്കോബിന് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. യാക്കോബ് അവിടെ ചെന്ന് എന്ത് ചെയ്തു? കല്ല് തലകണയായി വെച്ച് ഉറങ്ങുവാൻ തുടങ്ങി. ആ ഉറക്കം എങ്ങനെയുള്ള ഉറക്കമാണ്? നാളെ എന്താകുമെന്ന് അറിയത്തില്ല, നാളെ എനിക്കുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ നാളെ ഉണ്ടാകുമോ എന്നും അറിയത്തില്ല. കാരണം എന്താ? ഒരു പരിചയം സ്ഥലം. യാക്കോബിന് മുമ്പ് ആ സ്ഥലത്തെ കുറിച്ച് ഒരു പരിചയവുമില്ല. നിർജ്ജനമായ പ്രദേശം, താൻ ഒറ്റയ്ക്ക്. പക്ഷെ യാക്കോബ് ഒരു കല്ല് തലകണയായി വെച്ച് കരങ്ങളെയൊക്കെ തട്ടി അതിരത്തെ തുറന്ന്
വേണ്ടിയാണ് വിശ്വാസത്തോടെ എന്നും ക്ഷേമമായി അബ്രഹാമിൻ മനമേ
എനിക്കൊന്നുമില്ല, കാരണം എന്നെ ശക്തനാക്കുന്നവൻ. തുറക്കുകയാ, അടച്ച വാതിലെല്ലാം തുറക്കുകയാ.
ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവര് കരങ്ങളെ അടിച്ചോ, വായുകളെ തുറന്ന് അന്യഭാഷയിൽ ശക്തിയോടെ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ, സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ, മഹത്വത്തിന് യോഗ്യനായ ദൈവത്തെ ശക്തിയോടെ നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് തുറക്കുകയാ. അവൻ തുറന്ന ആരും അതിനെ അടക്കത്തില്ല, അവൻ അടച്ച ആരും അതിനെ തുറക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് വാതിലുകളെ തുറക്കുകയാ. അന്യഭാഷ
പിശാച് ഭയപ്പെടും. അഭിഷേകമുള്ളവനെ വൈശാചിക മണ്ഡലങ്ങൾ ഭയപ്പെടും. തുറന്ന് ശബ്ദമുയർത്തി ദൈവം തുറന്ന വഴിയിലൂടെ കയറി സഞ്ചരിക്കാൻ പോവുകയാണ്. ദൈവം തുറന്ന വഴിയിലൂടെ ചിലര് വിശ്വാസത്തോടെ ചുവട് വെക്കാൻ പോവുകയാണ്. ആരാ പറഞ്ഞ നീ തോറ്റുപോയെന്ന്? ആരാ പറഞ്ഞ നീ പരാജയപ്പെട്ടു പോയെന്ന്? എന്ന കർത്താവ് പറയാം, നീ പരാജയപ്പെട്ട് പറയുന്ന ഇടത്ത് നിന്ന്, നീ അസ്തമിച്ചെന്ന് പറയുന്ന ഇടത്ത് നിന്ന്, നീ തകർന്നെന്ന് പറയുന്ന ഇടത്ത് നിന്ന് ദൈവം സാന്നിധ്യം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ദൈവം സാന്നിധ്യം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. തൊടുന്നുണ്ട്. ആരേക്കോ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ആരേക്കോ ദൈവാത്മാവ് തൊടുന്നുണ്ട്. അസാധ്യതയെ വഴിമാറ്. സാധ്യതകൾ തുറന്നു വരട്ടെ. ഈ ജനത്തിന്റെ മുമ്പിൽ സാധ്യതകൾ തുറന്നു വരട്ടെ. ആ വരികൾ വിശ്വാസത്തോടെ ഒന്ന് പാടി. ഹൃദയത്തെ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ? രാജാവിനെ വാഴാൻ ശൂന്യമായി പോയെന്ന് പറയുന്ന ജീവിതത്തിനകത്ത് എന്റെ കർത്താവ് രാജാവായി വാഴുക, രാജാവായി വാഴുക. നിനക്ക് വേണ്ടി ഒരു രാജാവിൽ നിന്ന് ജീവിക്കുന്നു.
ആരാധന. ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇത്രത്തോളം സമയം ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരങ്ങളെ നൽകി. എത്ര പേർ ആ സാന്നിധ്യം അനുഭവിച്ച്, എത്ര പേർ ഹല്ലേലൂയ. 1-2 മണിക്കൂർ നമ്മൾ വെറുതെ വന്നിരുന്നല്ല, ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ. ഞാൻ ദൈവസന്നിധി വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ മറുപടിയായിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകല ഉറപ്പ്